അപ്പോൾ മക്കളെ സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നിലക്കും ആരും തട്ടിക്കളയണ്ട. കാരണം എന്താ വെച്ചാൽ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഒരു വീട് അത്രയും മഴയും കാറ്റും എല്ലാം കൂടിയിട്ട് തകർന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നതിന് പരമാവധി ഞങ്ങൾ എന്തായാലും ചെയ്യും. അപ്പോൾ ഓൽക്കുള്ള ആ ഒരു കൂട്, ഒരു കൊച്ചു സ്വർഗം, അത് തീർക്കാനാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പം അത്രയും കഷ്ടപ്പാടിലാണ് ആ ഒരു എന്താ പറയുക, ഒരു കൂട്ടുകുടുംബം ഉള്ളത് അല്ലേ? നമ്മളെ അത്യാവശ്യം ഒരു കൂട്ടുകുടുംബമാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് ജീവിക്കണല്ലേ, നമ്മൾ ഓലെ സെറ്റാക്കി എടുക്കും. ഓൾക്ക് ആ വേണ്ട സെറ്റപ്പ്, മഴ നമ്മൾ പുറത്ത് ഒഴിവാക്കി അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് കൊണ്ടുവരാന്നുള്ളതാണ്. കുട്ടികളായിട്ട് കിടക്കുന്നിടത്ത് വരെ വെള്ളം ഒലിക്കണ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതിന്ന് മാറ്റിക്കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിയണത് നമ്മൾ ചെയ്യാം, അത്രേ ഉള്ളൂ. കുറേ ദിവസമായി ഇങ്ങനെ കഷ്ടപ്പെടണം. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. പിന്നെ എന്താ പറഞ്ഞ വെച്ചാൽ ലൈക്ക് ഒന്ന് തന്നാളി. സംഗതി ഒന്നുകൂടെ ഉഷാറായിക്കോട്ടെ. ഓക്കെ, അപ്പം ഞങ്ങൾ പറഞ്ഞ അവർക്കുള്ള വീട് നിർമ്മാണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ചെറിയ മക്കളൊക്കെ ഉള്ള ആളുകളല്ലേ, അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് ഒരു തുള്ളി മഴ കൊള്ളാതെ അവർക്ക് കിടക്കാനേ ഒരു നേരം പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനിടയിൽ കൂടി കിടക്കാനും നുളച്ചും കിട്ടും. ഏതായാലും ആ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഈ കഷ്ടപ്പെടും, മനസ്സിലാക്കണം. നമ്മളെ ഈ നല്ല മനസ്സിന് ഒരു രണ്ട് ഭയം പോയി ഞാൻ മനസ്സിനെ ഞാൻ കട്ടിയുള്ള മനസ്സുകൊണ്ടാണ് ഇപ്പോൾ അവരെ നമ്മളെ രക്ഷിക്കാൻ നിൽക്കേണ്ടത്. കട്ടിയും കനമുള്ള മനസ്സുകൊണ്ട് എന്തായാലും അതിലുള്ള ഒരു എന്താ പറയുക, ഒരു ത്വര ഫ്രെയിം മറ്റോള് പറഞ്ഞു ആ ത്വര, അത് കാണാനുള്ള ഒരു ത്വര അത് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് എങ്ങനെ ആവും, ആ ഫാമിലി നമ്മൾ ഇതിലേക്ക് എങ്ങനെ കൊണ്ടുവരും എന്നുള്ള ആ ഒരു ത്വരയോടെ നിങ്ങൾ ഇത് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓരോരോ പരിപാടികൾ നടക്കുന്നുള്ളൂ. ഈ മേൽക്കൂര മുതൽ കുറേ പരിപാടികളുണ്ട്. പക്ഷെ പെണ്ടികൾ പോലും നമ്മളെ സഹായിക്കാനൊന്നും കുറിച്ചുതരാൻ പോലും ഇല്ല. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, പൊതുവേ പറഞ്ഞതാണ്. മനസ്സിലായില്ല, എനിക്ക് ഏകദേശം ഒരു ഐഡിയ എത്തി. അപ്പൊ പൊതുവേ പറഞ്ഞതാണ്. നിങ്ങൾ മറ്റുള്ള രീതിയിൽ അല്ലെങ്കിൽ കുഞ്ഞുമോളെ പോലുള്ള പോലെ അങ്ങനത്തെ പോലെ നിങ്ങൾ ചിന്തിക്കരുത് ഒരിക്കലും. അപ്പോൾ നമ്മൾ പരിപാടികൾ തുടങ്ങുകൊണ്ടിരിക്കുന്നു. മക്കളെ ആകെ പൊളിച്ചടിച്ച് മൊത്തം പൊളിച്ചു. അത് കുട്ടികൾ ഇതിന് മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചതിന് ഒരു മുടടുന്നേയും കുട്ടികളെ കാണും. ഈ ഒരു ടൈം മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ആവില്ല. രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, അതേമാതിരി രണ്ട് മുട്ടുണ്ട് ഇവിടെ. പക്ഷെ അതിനൊക്കെ പ്രതീക്ഷയില്ല. പക്ഷെ നമ്മൾ കൂട് മാറ്റൽ നിർബന്ധം. അത്രക്കും അവസ്ഥയായിരിക്കണം കൂടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിട്ടോ, കൂട് ഇത്രയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ്. കണ്ടാളെ ഇത്രക്കും പൊള്ളിഞ്ഞ് നാശമായിക്കണം, അത്രയും ദയനീയമായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഇതാക്കണം. കണ്ടാളെ ഇതൊരു അണ്ണാൻ്റെ പണിയാണ്. ഈ കോലത്തിൽ ഇത് ഓട്ടാക്കിയത്, പക്ഷെ വെള്ളം ഇറങ്ങിയും ചെയ്തു. എല്ലാം കൂടി പണി പാളി. എന്തായാലും അടിപൊളി ഒരു സാധനം ഇൻഷാല്ലാ ഉണ്ടാക്കണ്ടേ. കൂട് കയറ്റാനുള്ള പരിപാടിയാണ്. എന്തെങ്കിലും ഇടയ്ക്ക് കൊടുത്താ പിടിച്ചോ നടക്കൂല, വലിയ വെയിറ്റില്ല. കുട്ടാളിയാണ്, പക്ഷെ വെയിറ്റ് വലിയ വെയിറ്റ് ഒന്നുമില്ല. ആദ്യം എന്ത് ചെയ്യുന്ന അറിയാം, ഈ ഭാഗം വെയിറ്റില്ല. ഞാൻ അവിടെ വിളിച്ചോളാം. കുറഞ്ഞിട്ട് ഒരു ഒറ്റ നടത്തും. അന്നെ മേത്തക്ക് തേച്ച് ഞങ്ങൾ വരുന്നത് പോവട്ടെങ്ങനെ കേറട്ടെ കേറട്ടെ അങ്ങനെ കേറട്ടെ. ഹയ്യടാ അയ്യാ എന്ത് ഞാൻ കാര്യം ചെയ്താ നിങ്ങൾ മാറിക്ക്. ഇതിൽ വലിച്ചാ പോയി പിടിമാ. അങ്ങനെ നമ്മളെ പ്രാവും കൂടി ഇവിടെ റെഡി ആയിരിക്കുന്നു. കൊറേ അറകളൊക്കെ ഉണ്ടല്ലോ. ഇതാണ് കൊറേ അറകളൊക്കെ ഉണ്ട്. നല്ല നല്ല ബെഡ്റൂംസ് ആണ്.
ചളിയല്ല ഓളത്തിന്റെ ചോട്ടിലാണ് വന്നിട്ട്. ഇതാണ് ഓലെ ബെഡ്റൂമാണിത്. നല്ല ഹൈ ലെവൽ ബെഡ്റൂമാണ്. അങ്ങനല്ല നിങ്ങളങ്ങനെ കഴിയില്ല. ഞാൻ പറയുമ്പോ മാത്രം നിങ്ങൾ കണ്ടാൽ പൊന്തിച്ച് മക്കളെ, പൊന്തിച്ച് നമ്മള് പൊന്തിച്ച്. മക്കളെ പണി പാളിന്നാ തോന്നണ മക്കളെ. കൂട് കയറ്റാൻ കഴിയണില്ല മക്കളെ. കൂട് കയറ്റാൻ കഴിയണില്ല. ഇവിടെ കീന്തി പിടിച്ചിണ്ട്. അങ്ങനെ പൊന്തിച്ചിരിക്കുന്നു ഫ്രണ്ട്സ്. അവിടെ വലിപ്പം കുറഞ്ഞിക്കണേ വടി. എന്താ വീണേ? ഇത് പോകുന്നില്ല ഈ കമ്പി. അങ്ങനെ നമ്മളെ കൂടുതൽ സെറ്റ് ചെയ്യും. മക്കളെ നല്ല റിസ്ക് കിട്ടും. ഞാൻ മാത്രല്ല, അമ്മീ കുഞ്ഞുമോളും ഒക്കെ എടുത്തേക്കണേ. എന്തായാലും തൊട്ടിട്ടൊന്നുമല്ല, നല്ലതായി നല്ല റിസ്ക് എടുത്തേക്കണേ. കാരണം വെച്ചാൽ മേത്തേക്ക് പോണ പണിയാവും. കാരണം അത് വെയിറ്റിൻ്റെ അല്ല, ഓടി വെച്ചു ഇതിലൊക്കെ കയറിയിട്ടാക്കാം. അല്ലെങ്കിൽ ഒരു പുറത്തല്ല. അതിനതല്ല, ഞാൻ അത്രയും കറക്റ്റായിട്ട് പിടിച്ചിരിക്കണേ. ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കണേ. പിന്നെ ഇത് നമുക്ക് താങ്ങാൻ കഴിയാത്ത വെയിറ്റ് അല്ല. പക്ഷെ എന്താ വെച്ചാൽ ഇത് നിങ്ങളല്ലോ നമുക്ക് അവിടെ ഇവിടെ കുറച്ച് പിടിച്ചുമ്പോഴുള്ള പ്രശ്നമാണ്. എന്താ പറയുക, കുറച്ച് പിടിച്ചുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. കൂട്ടിൽ കയറി കിട്ടണം, അങ്ങനെ സമാധാനമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു കൂട് മാറിയ ഇതിൽ ഉള്ളതാണ്. കാരണം കൂട് മാറിയ ഇത് പ്രശ്നമാണ്. അവിടെ ഉള്ളോല് ഞങ്ങളെ പിടിച്ചാക്കണം. എത്തിനെ അതൊക്കെ ഞാൻ ഓലെ സെറ്റാക്കും. അത് നമ്മള് എന്ത് പിരിച്ചിട്ടും കാര്യമില്ല. പോയി തരുന്നോണ്ട് കുഴപ്പമില്ല. ഇടയിൽ കേട്ടോ ഇതമ്മാ നമ്മളെ 2 കിടാങ്ങൾ നമുക്ക് ഒരുപാട് ഉണ്ടായിക്കണേ. പക്ഷെ എന്താ വെച്ചാൽ ഈ കൂട് വന്നാൽ ഭയങ്കര ഐറ്റിയാണ്. അതാണ് നമ്മളെ കട്ട് അത് പോയിക്കോട്ടെ, പോയി കയറിക്കോളൂലേക്ക്. ശേഷമോളെ ഇതൊക്കെ ശേഷമോള് ഇങ്ങോട്ട് ഹോംവർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്ര നോക്ക് പണി. ഇത് നമ്മളെ ചെമ്പന്റെ കളറാണല്ലോ, തൊപ്പിന്റെ കളറ് ഇല്ല. ഞങ്ങളെ എന്നാ പിടിച്ചോ, എന്നാ ചെയ്യാ. കൊത്തല്ല നടക്കണ ഇടരുതിട്ടാ. എന്റെ കേടത്തിട്ടാ. ഈ മക്കളാണ് മക്കളെ. ഏതാണ് ഈ സിയ ഇടരുതെന്ന് പറഞ്ഞിട്ട്? ഏത് ദിനോസറൊന്നും ഇല്ലല്ലോ, എന്നെ കടിച്ചു മുങ്ങൊന്നുമില്ല. ഇടരുതിട്ട മോളുമ്മ, ചെറിയ മക്കളാണ്. നമുക്ക് ഒരു സേഫ്റ്റി ഇല്ല, അങ്ങനെയല്ല, ഒരു ഉറപ്പില്ല. ഇനി തള്ള എന്താക്കണമെന്നൊന്നും നമ്മളിവിടെ ഇതിൽ കൊണ്ടുപോയി വെക്കുക. അളവ അത്രേ ഉള്ളൂ. കാരണം നമുക്കത് കൂട് പൊഴിഞ്ഞതുകൊണ്ട് രാത്രി വളരെ ചെയ്തുകൊണ്ടിരിക്കില്ല. ഞാൻ കാണിച്ചു തരാം എൻ്റെ അവസ്ഥ. പള്ളി കൂടിൻ്റെ എല്ലാ അവസ്ഥയും ഞാൻ കാണിച്ചു തരാം. പുറത്തെടുത്ത് ഓരോ ബെഡ്റൂമൊക്കെ ആയിട്ടുണ്ട്. നമ്മളാണ് മാറിയാൽ വരൂല.
ആയിട്ടില്ല. പേരിടാ കുട്ടന്മാരെ നമ്മൾ ടെൻഷൻ കൂട് മാറാണ് അത്ര വലിയ ടെൻഷൻ ആണ് സെറ്റായി പോലെ നമ്മളെ ചായക്കടി ചായ കുടിക്കുക. ഇത് കേരളത്തഞ്ചില് കണ്ട അങ്ങനെ എടുക്കാൻ പറ്റൂല ഇത് കൊയിഞ്ഞാടും അതുകൊണ്ടാ പറയണ്ടേ ആ അങ്ങനെയാണ് ആ കാടമുട്ടൊക്കെ ഉള്ള സാധനമില്ലേ അതാണ് ഇതെന്തമ്മ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് നമ്മള് പച്ചക്കറി വാങ്ങിയില്ലേ ശുദ്ധമായതാണോ തോട്ടം നമ്മളതല്ല പക്ഷെ ഇത് 50 റുപ്യക്കാ 50 റുപ്യക്കാട്ടാ ഇതിപ്പോ എന്താ വെച്ചാല് നമ്മക്ക് കിട്ടണോ നമ്മളെ ഇലക്കെ തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് 50 റുപ്യക്കെന്ന് അറിയണ്ട ആരും ഇത് പിന്നെ ഞങ്ങളെ അയൽവാസിനോടെ പെരത്തറമ്മിന് പുല്ല് വെട്ടിയപ്പോ കുമ്പളങ്ങ കിട്ടി അപ്പൊ ഞങ്ങൾക്ക് തന്നു ഒന്ന് അയ്യോ ഞങ്ങളെ ചായക്കടി നമുക്ക് കൊടുന്നേ കുഞ്ഞോളാ ചെയ്യാ കൊടുന്നേ സ്കൂളിൽ നിന്ന് ബ്രോസ്റ്റും പിന്നെ എന്തേലും കൂടാ മന്തിച്ചോ എന്റെ സ്കൂളിൽ കുന്തൂസ് ഹിന്ദൂസി മന്തി എനിക്കൊരു സ്റ്റൂള് തരും പാവപ്പെട്ടവനെ ഇരിക്കാനാണ് കുന്തൂസ് ഹിന്ദൂസി മന്തി മന്തിന്റെ ഒപ്പം കിട്ടിയില്ല ഒരു ബ്രോസ്റ്റ് പീസ് ഇത് ലഗ്ഗല്ലോടോ എനിക്കപ്പോ എത്ര പീസ് കിട്ടി അപ്പൊ ആ കിട്ടിയ ഒന്നാതെ ഇന്നിട്ടില്ലേ ഇതമ്മ കുഞ്ഞോളെ നെട്ടൂടെ തിന്നൂടെ ഞാൻ നാളെ പറഞ്ഞ ഞങ്ങോട്ട് കൊണ്ടുവരരുത് ഇനി ഒരു സാധനം ഒന്ന് തിന്നോളെ കേട്ടാ ഇപ്പൊ ഏതായാലും മക്കളെ നമ്മളെ ആ ഒരു സ്വർഗം വലിയൊരു സ്വർഗം നമ്മളിവിടെ ആ അതാണ് ഇനി ചോര ഒരു തുള്ളി വെള്ളം പുറത്തു തരില്ല നമ്മൾ മേലെ സീറ്റാട്ടെ ആദ്യം എന്താ വെച്ചാല് എന്താ പറയാ അവിടെ ഫ്ലക്സ് ഒക്കെ ഉണ്ട് ഇവിടെ നോക്കുന്ന ഫ്ലക്സ് കട്ട് കഴിഞ്ഞു ആദ്യത്തെ കൂടാണ് ഈ പൊളിഞ്ഞു കൊടുക്കുന്നത് ഇത് ഒന്നിനും പറ്റാത്ത ക്വാളിറ്റിയിലേക്ക് ആയി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതാക്കിയത് ഇതൊക്കെ ഈ ആപ്പിൾ പെട്ടിയാണ് കേട്ടോ അപ്പൊ ഇത് ഒരിക്കലും ഒന്ന് ഇത് നോക്കിട്ടോ ഇതാണ് അവസ്ഥ അത്രയും തൈനി അപ്പൊ നമ്മള് കഴിഞ്ഞല്ല നന്നായി വിചാരിച്ചാലും തുടങ്ങിയിരിക്കണേ ഇനി ഇവിടുന്ന് ഇൻഷാല്ല നാളെ വൃത്തിയാക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ഫുള്ള് അലങ്കോലാണ് നമ്മൾ നിൽക്കും എന്തായാലും മരു വാങ്ങാനായി തുടങ്ങി മേലെ സെറ്റായി നിൽക്കുകയാണ് ഫുൾ ടെൻഷൻ അല്ല ഫുൾ ടെൻഷൻ കാരണം എന്താ വെച്ചാൽ അതാണ് പ്രശ്നം ഒരു കേറിയില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ പിന്നെ ഒരു ഇവിടെ കണ്ടാൽ മതി എന്റെ ഒരു അഭിപ്രായത്തില് എന്തായാലും ഞങ്ങൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് എന്തായാലും കയറിയിട്ടുള്ള ബാക്കി വിശേഷം ഇൻഷാല്ല അടുത്ത വീഡിയോയിലോ ഷോർട്സിലോ ആയിട്ട് ഉണ്ടാവും അപ്പൊ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ